നമസ്തേ. 36 വർഷം ഒരു കൊലപാതകത്തിന്റെ ഫയൽ പൊടി പിടിച്ചു കിടന്നു. ഒരു യുവ നേഴ്സിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു, വെടിവെച്ചു കൊന്നു. പക്ഷേ പ്രതി വർഷങ്ങളോളം സമാധാന ദൂതൻ എന്ന വിശേഷണവുമായി സമൂഹത്തിൽ നടന്നു. ഇന്ന് 36 വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ നീതി വീണ്ടും വാതിൽ തട്ടുകയാണ്. ആരാണ് സരള ഭട്ട്? എന്തുകൊണ്ടാണ് അവളെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത്? എന്തുകൊണ്ടാണ് ഈ കേസ് ഇത്രയും വർഷം ഉറങ്ങിക്കിടന്നത്? അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 1990കളുടെ തുടക്കത്തിൽ കശ്മീർ ഭീകരവാദത്തിന്റെ തീയിൽ കത്തിക്കൊണ്ടിരുന്ന കാലം. കശ്മീർ താഴ്വരയിൽ ഭാരതത്തോട് കൂറുപുലർത്തി ജീവിച്ചിരുന്ന കശ്മീരി പണ്ഡിറ്റുകൾ അവർ ജനിച്ച നാടും വീടും ഉപേക്ഷിച്ച് ജീവരക്ഷാർത്ഥം പലായനം ചെയ്യാൻ നിർബന്ധിതരായ കാലം. കൊലയും കൊള്ളയും കൊള്ളിവയ്പും ചില വിഭാഗങ്ങൾ ദിനചര്യയാക്കിയ കാലം. കശ്മീരിൽ നിന്ന് പണ്ഡിറ്റുകൾ ഉൾപ്പെടെയുള്ള ഹിന്ദു നാമധാരികളെ ഓടിക്കാൻ എന്ത് നീചമാർഗവും സ്വീകരിക്കാൻ മടിയില്ലാത്തവരായിരുന്നു പാക് പിന്തുണയോടെ പ്രവർത്തിച്ച ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് JKLF എന്ന ഭീകരർ. കശ്മീരി ഹിന്ദുക്കളെ താഴ്വരയിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ അരുംകൊലകൾ, കൂട്ടബലാത്സംഗങ്ങൾ, അക്രമങ്ങൾ, തീവയ്പ് തുടങ്ങി പൈശാചികതകളിലൂടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു അവർ. ആ കാലഘട്ടത്തിലാണ് അനന്ത്നാഗ് സ്വദേശിനിയായ സരള ഭട്ട് എന്ന യുവതി ജീവിച്ചിരുന്നത്. എന്നാൽ ആ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഒരുക്കമല്ലായിരുന്നു കശ്മീർ പണ്ഡിറ്റുകളായ സരള ഭട്ടും കുടുംബവും. കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ 1963 സരള ഭട്ടിന്റെ ജനനം. ശംഭുനാഥ് ഭട്ടായിരുന്നു പിതാവ്. ശ്രീനഗറിലെ സൗറയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഷേർ-ഇ കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു അവർ. നവജാത ശിശുക്കളുടെ പരിപാലകയായി ആ കുഞ്ഞു പുഞ്ചിരികളിൽ ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്തിയ മാലാഖ പെൺകുട്ടി. എന്നാൽ ഭീകരരുടെ കണ്ണിൽ അവർ ഒരു നേഴ്സല്ലായിരുന്നു. ചികിത്സയ്ക്കായി ഷേർ-ഇ കാശ്മീരിൽ എത്തുന്ന ഭീകരരുടെ വിവരങ്ങൾ സുരക്ഷാ സേനയ്ക്ക് സരള ചോർത്തി നൽകുന്നുവെന്ന് ആരോപിച്ച് ഭീകരർ നിരന്തരം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. സുരക്ഷാ സേനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകുന്ന മുഖ്ബീർ എന്നായിരുന്നു ആരോപണം. സരളയ്ക്കു നേരെ നിരന്തരം വധഭീഷണി വന്നുകൊണ്ടിരുന്നു. തുടർച്ചയായ വധഭീഷണികൾക്കൊടുവിൽ ഭയപ്പെട്ടത് സംഭവിച്ചു. 1990 ഏപ്രിൽ 18 ആശുപത്രി ഹോസ്റ്റലിന് സമീപത്തു നിന്ന് സരള ഭട്ടിനെ തട്ടിക്കൊണ്ടുപോയി. യാസിൻ മാലിക്കും കൂട്ടാളികളും ചേർന്നാണ് അവളെ തട്ടിക്കൊണ്ടുപോയത്. ആ നീചന്മാർ സരളയെ കെട്ടിയിട്ട് ക്രൂരമായി മാനഭംഗപ്പെടുത്തി, ക്രൂരമായി മർദ്ദിച്ചു, ശരീരത്തിൽ മാരകമായി പൊള്ളലേൽപ്പിച്ചു. നിരവധി വെടിയുണ്ടകളേറ്റ് വികൃതമാക്കപ്പെട്ട നിലയിൽ സരളയുടെ മൃതദേഹം തൊട്ടടുത്ത ദിവസം കിലോമീറ്റർ അകലെയുള്ള ശ്രീനഗറിലെ ഒമർ കോളനിയിൽ ലാൽ ബസാറിൽ നിന്ന് കണ്ടെത്തി. ആ മൃതദേഹത്തോടു പോലും ഭീകരർ അനാദരവ് കാട്ടി. ജീവനെടുത്തതും പോരാഞ്ഞ് ആ ദേഹത്ത് JKLF എന്ന് ചാപ്പ കുത്തുകയും ചെയ്തു. ആ ശരീരത്തിൽ നിന്ന് മുഖ്ബീർ, അതായത് ഒറ്റുകാരി എന്ന് എഴുതിയ ഒരു കുറിപ്പും ലഭിച്ചിരുന്നു. അവിടെയും കൊണ്ട് അവസാനിച്ചില്ല യാസിൻ മാലിക്കിന്റെയും കൂട്ടാളികളുടെയും ക്രൂരത. സരള ഭട്ടിന്റെ മരണാന്തര ചടങ്ങുകൾ പോലും ആ ഭീകരർ അലങ്കോലമാക്കി. ഹൈന്ദവ ആചാരപ്രകാരം സരള ഭട്ടിന്റെ മൃതശരീരം സംസ്കരിക്കുവാൻ പാടില്ലെന്ന് യാസിൻ മാലിക്കും ഭീകരവാദികളും മുന്നറിയിപ്പ് നൽകി. ആ മുന്നറിയിപ്പ് ഭയക്കാതെ സരള ഭട്ടിന്റെ കുടുംബം ഹൈന്ദവ ആചാരപ്രകാരം തന്നെ ശവസംസ്കാരം നടത്തി. അതിനുശേഷം ചിതാഭസ്മം ഏറ്റുവാങ്ങാൻ സരള ഭട്ടിന്റെ കുടുംബം ശ്മശാനത്തിലെത്തിയപ്പോൾ 300ഓളം വരുന്ന ജിഹാദികളുടെ കൂട്ടം തക്ബീർ വിളികളുമായി ശ്മശാനത്തിലേക്ക് ഇരച്ചെത്തുകയും കുടുംബങ്ങളെ ആക്രമിക്കുകയും സരള ഭട്ടിന്റെ ചിതാഭസ്മം നിലത്തിട്ട് ചവിട്ടി മെതിക്കുകയും ചെയ്തു. അതുകൊണ്ടും കലിയടങ്ങാത്ത ഭീകരവാദികൾ സരള ഭട്ടിന്റെ കുടുംബ വീടിന് നേർക്ക് ഗ്രനേഡ് ആക്രമണം നടത്തുകയും ചെയ്തു. അതേ തുടർന്ന് സരള ഭട്ടിന്റെ കുടുംബം കശ്മീർ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. ആ സരള ഭട്ടിന്റെ കുടുംബാംഗങ്ങൾ അന്നു തുടങ്ങിയ പോരാട്ടമാണ്. ഈ കേസിൽ പ്രധാന പ്രതികളായത് JKLF നേതാവ് യാസിൻ മാലിക്കും ഭീകരവാദികളുമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമവും ടാഡയും പ്രകാരം കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, ഭീകരവാദം എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു. അന്വേഷണം എങ്ങും എത്തിയില്ല. ഇത്രയും ക്രൂരമായ കുറ്റകൃത്യത്തിന് ശേഷവും അന്വേഷണം വർഷങ്ങളോളം കാര്യമായി മുന്നോട്ടു പോയില്ല. കേസിൽ ബലാത്സംഗം ആരോപണം പോലും ആദ്യഘട്ട അന്വേഷണത്തിൽ ശരിയായ രീതിയിൽ ഉൾപ്പെടുത്തിയില്ലെന്ന വിമർശനവും ഉയർന്നു. സരള ഭട്ടിന്റെ കുടുംബം നീതിക്കായി വർഷങ്ങളോളം പോരാടേണ്ടി വന്നു. 1990 ജനുവരി 25 ശ്രീനഗറിനടുത്തുള്ള റാവൽപോറ ബസ് സ്റ്റാൻഡിൽ വാഹനം കാത്തുനിൽക്കവേ ഭാരതത്തിന്റെ വ്യോമസേന ഉദ്യോഗസ്ഥരായ സ്ക്വാഡ്രൺ ലീഡർ രവി ഖന്ന, കോർപ്പറൽ BS ദുഹൂൺ, കോർപ്പറൽ ശേഖർ VU, ലീഡിംഗ് എയർക്രാഫ്റ്റ്സ്മാൻ അജാസ് അഹമ്മദ് എന്നിവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയവരിൽ പ്രധാനിയായിരുന്നു യാസിൻ മാലിക്. ഒരുപക്ഷെ ഇതൊന്നും അന്നത്തെ ഭരണകൂടത്തിന് ഒരു വിഷയമേ അല്ലായിരുന്നു. അന്ന് ആ ഭീകരരെ വേണ്ട സമയത്ത് പിടികൂടി ശിക്ഷിച്ചിരുന്നെങ്കിൽ സരള ഭട്ട് എന്ന മാലാഖയുടെ ജീവൻ അകാലത്തിൽ പൊലിയില്ലായിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. ജമ്മു കാശ്മീരിലും ഭാരതത്തിലും ഭരണകൂടങ്ങൾ മാറി മാറി വന്നു. അവർ സരള ഭട്ടിനെ ബോധപൂർവം മറന്നു. അവൾ അനുഭവിച്ച യാതനകളെ തമസ്കരിച്ചു. കാരണം യാസിൻ മാലിക്കിന്റെ സ്തുതിപാഠകരായിരുന്നു അന്ന് ഭരണകർത്താക്കൾ. അവർക്ക് അയാൾ പാപത്തിന്റെ വഴിയിൽ നിന്നകന്ന് പശ്ചാത്താപ ഭാരത്താൽ വിവശനായ വിശുദ്ധനായിരുന്നു. ഇതിനിടെ യാസിൻ മാലിക്കിന്റെ രാഷ്ട്രീയ പൊതുജീവിതം മറ്റൊരു വഴിയിലായിരുന്നു. പിന്നീട് വിവിധ സമാധാന ചർച്ചകളിലും പൊതുവേദികളിലും യാസിൻ പ്രത്യക്ഷപ്പെട്ടു.
എന്നാൽ പിന്നീട് ഭീകരപ്രവർത്തനങ്ങൾക്ക് ധനസഹായം, രാജ്യത്തിനെതിരായ ഗൂഢാലോചന തുടങ്ങിയ കേസുകളിൽ അന്വേഷണം ശക്തമായി. 2019 JKLF നിരോധിക്കപ്പെട്ടു. തുടർന്ന് യാസിൻ മാലിക് അറസ്റ്റിലായി. 2022 ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. അതിനുശേഷം സരള ഭട്ട് കേസ് വീണ്ടും പൊടി തട്ടിയെടുത്തു. 2024 കേസ് പുനരന്വേഷണത്തിനായി കൈമാറി. വിശദമായ അന്വേഷണം പൂർത്തിയാക്കി 737 പേജുകളുള്ള കുറ്റപത്രം പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചു. യാസിൻ മാലിക്കിനൊപ്പം മറ്റ് JKLF പ്രവർത്തകരായ ഖുർഷിദ് അഹമ്മദ് ചാൽക്കു, അബ്ദുൾ ഹമീദ് ഷെയ്ഖ്, മുഹമ്മദ് യൂസഫ് സോഫി എന്ന ഇദ്രീസ്, ഗുലാം മുഹമ്മദ് തപ്ലു എന്നിവർക്കും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. അതേസമയം ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഭീകരവാദികളോട് സന്ധി ചെയ്യാൻ തീരുമാനിച്ച UPA ഭരണകൂടം യാസിൻ മാലിക്കിനെയും കൂടെ കൂട്ടി എന്നതാണ് പിൽക്കാല ചരിത്രം. നയതന്ത്ര വിഷയങ്ങളിൽ അയാളെ മധ്യസ്ഥനാക്കി. 2006 ഫെബ്രുവരിയിൽ ആയിരുന്നു അത്. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും യാസിൻ മാലിക്കും തമ്മിലുള്ള കൂടിക്കാഴ്ച, അതും പാകിസ്ഥാനുമായുള്ള സമാധാന ചർച്ചകളിൽ മധ്യസ്ഥ വേഷത്തിൽ. ലഷ്കർ-ഇ-തോയ്ബ തലവനും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ ഹാഫിസ് സയ്യിദിനെ കാണാൻ ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ തന്നോട് ആവശ്യപ്പെട്ടതായി യാസിൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. തിരിച്ചെത്തിയ ശേഷം വിവരങ്ങൾ ധരിപ്പിക്കുന്നതിനായി മൻമോഹൻ സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രം ഇപ്പോഴും PIBയുടെ ആർക്കൈവ്സിൽ ലഭ്യമാണ്. 2006 ഫെബ്രുവരി 17 ആ തീയതി. സമാധാന ചർച്ചകളിലെ ഇടപെടലിന് മൻമോഹൻ സിംഗ് യാസിൻ മാലിക്കിന് നന്ദി പറഞ്ഞു എന്നത് മറ്റൊരു വിരോധാഭാസം. മറ്റൊരു കാര്യമെന്നാൽ കശ്മീരിനെ ഭാരതത്തിൽ നിന്ന് സ്വതന്ത്രമാക്കണമെന്ന് നിരന്തരം പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന, അതിനായി വാദിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധയായ എഴുത്തുകാരി അരുന്ധതി റോയ്ക്ക് യാസിൻ മാലിക് തോക്കേന്തിയ ഗാന്ധിയനാണ്. അരുന്ധതി റോയും യാസിൻ മാലിക്കും ഒന്നിച്ച് സെമിനാറുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ടെലിവിഷൻ ഷോകളിൽ ഉൾപ്പെടെ യാസിൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നറിയുമ്പോഴാണ് ഇന്ത്യൻ മണ്ണിൽ ഇയാൾക്കുള്ള സ്വാധീനം വ്യക്തമാകുന്നത്. കാശ്മീർ താഴ്വരയിൽ യാസിൻ മാലിക് എന്ന കൊടും ഭീകരനും കൂട്ടാളികളും ചേർന്ന് കൊന്നൊടുക്കിയവരുടെ ആത്മാക്കൾ ഗതി കിട്ടാതെ അലയുമ്പോൾ വിഘടനവാദികളുടെ കൂടെ വേദി പങ്കിടുകയായിരുന്നു ഭാരതത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള രാജ്യവിരുദ്ധർ. അതിനൊരു മാറ്റം സംഭവിച്ചത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ്. 2019 JKLFനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് യാസിൻ മാലിക് അറസ്റ്റിലാകുന്നത്. ഭീകരപ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുക, ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളിയാകുക, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നീ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് 2022 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ദില്ലി തീഹാർ ജയിലിലാണ് യാസിൻ മാലിക് ഇപ്പോൾ. അവിടം കൊണ്ട് മോദി സർക്കാർ അവസാനിപ്പിച്ചിട്ടില്ല. 2024 സരള ഭട്ട് കേസ് ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൈമാറി. അന്വേഷണം പുനരാരംഭിച്ചു. രേഖകൾ എല്ലാം പുനഃപരിശോധിച്ചു. തുടർന്ന് 737 പേജുകളുള്ള കുറ്റപത്രം SIA പ്രത്യേക NIA കോടതി മുമ്പാകെ സമർപ്പിച്ചു. തട്ടിക്കൊണ്ടുപോകലും ക്രൂരമായ കൊലപാതകവും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിൽ JKLF അന്നത്തെ ചീഫ് കമാൻഡർ മുഹമ്മദ് യാസിൻ മാലിക്കിനൊപ്പം ഖുർഷിദ് അഹമ്മദ് ചൽക്കു, അബ്ദുൾ ഹമീദ് ഷെയ്ഖ്, മുഹമ്മദ് യൂസഫ് സോഫി, അതായത് ഇദ്രീസ് എന്നാണ് പേര്, ഗുലാം മുഹമ്മദ് തപ്ലു എന്നിവർക്കും പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇവരിൽ അബ്ദുൾ ഹമീദ് ഷെയ്ഖ്, മുഹമ്മദ് യൂസഫ് സോഫി, ഗുലാം മുഹമ്മദ് തപ്ലു എന്നിവർ മരിച്ചു. നിലവിൽ ഖുർഷിദ് അഹമ്മദ് ചൽക്കു ഒളിവിലാണ്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളെ പിടികൂടി നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്നത് 100% ഉറപ്പാണ്. ഈ വിവരം നേരത്തെ തന്നെ തത്തുമൈ ന്യൂസ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരുന്നു. ഇന്ന് 36 വർഷങ്ങൾക്ക് ശേഷം സരള ഭട്ടിന് മുന്നിൽ നീതിദേവത കൺതുറന്നിരിക്കുന്നു. ഭീകരർക്ക് ഒരു കാലത്തും സമയത്തെ കവചമാക്കാൻ കഴിയില്ലെന്ന് കാലം തെളിയിച്ചു. അവർ എത്ര തന്നെ ആട്ടിൻകുട്ടിയുടെ കുപ്പായം അണിഞ്ഞാലും ഒരു നാൾ കർമ്മപാശത്തിന്റെ കുരുക്ക് കഴുത്തിൽ മുറുകുക തന്നെ ചെയ്യും. പക്ഷേ അതിന് ദേശീയബോധവും ധർമ്മബോധവും നിശ്ചയദാർഢ്യവും തന്റേടവുമുള്ള ഭരണ സംവിധാനം വേണം. നമ്മുടെ ഭാരതത്തിൽ അത് സംഭവിച്ചതിന്റെ ഫലമാണ് സരള എന്ന ദേശീയബോധമുള്ള മാലാഖയെ ചീന്തിയെറിഞ്ഞ പൈശാചികന് നേരെയുണ്ടായിരിക്കുന്ന ഈ നടപടികൾ. 3.5 പതിറ്റാണ്ടിനപ്പുറം തന്റെ 27ാമത്തെ വയസ്സിൽ ഭൂമിയിലെ സ്വർഗത്തിൽ ചിറകറ്റു വീണ മാലാഖയുടെ പേരാണ് സരള ഭട്ട്. അവളുടെ നിഷ്കളങ്ക മനസ്സിൽ അലയടിച്ചിരുന്നത് ഭാരതത്തോടുള്ള സ്വത്വബോധമായിരുന്നു. ആ ആശയധാരയെ പിൻപറ്റിയെന്ന ഒറ്റ കാരണത്താലാണ് ആ മാലാഖയെ യാസിൻ മാലിക് എന്ന നരാധമനും കൂട്ടാളികളും ചേർന്ന് പിച്ചി ചീന്തിയത്. അത് മാത്രമല്ല, ആവോളം പീഡിപ്പിച്ചിട്ട് വെടിയുണ്ട ഉതിർത്ത് ആ ജീവനെ തന്നെ ഇല്ലാതാക്കിയത്. സരള ഭട്ടിന് നീതി ലഭിക്കാൻ 36 വർഷം വേണ്ടി വന്നു. ഇതൊരു വ്യക്തിയുടെ കഥ മാത്രമല്ല, വൈകിയാലും നീതി തേടിയ ഒരു കുടുംബത്തിന്റെ പോരാട്ടത്തിന്റെ കഥ കൂടിയാണ്. സമയം എത്ര കഴിഞ്ഞാലും കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനാകില്ലെന്ന സന്ദേശമാണ് ഈ കേസിലൂടെ വീണ്ടും ഉയരുന്നത്. ഇനി കോടതി നടപടികളിലൂടെയാണ് അന്തിമ സത്യം നിയമപരമായി ഉറപ്പിക്കപ്പെടുക. സരള ഭട്ടിന്റെ പേര് ചരിത്രത്തിൽ ഒരു ഇരയായി മാത്രമല്ല, നീതിക്കായുള്ള ദീർഘ പോരാട്ടത്തിന്റെ പ്രതീകമായും ഓർമ്മിക്കപ്പെടും. സരള ഭട്ടിന് നഷ്ടപ്പെട്ട ജീവിതം തിരികെ ലഭിക്കില്ല.
എന്നാൽ നീതി വൈകിയാലും അത് ചരിത്രത്തിൽ രേഖപ്പെടുമെന്ന സന്ദേശമാണ് ഈ കേസ് നൽകുന്നത്. ഭീകരവാദത്തിന് സമയപരിധിയില്ല, ഇരകളുടെ വേദനയ്ക്കും കാലഹരണപ്പെടലില്ല. 36 വർഷങ്ങൾക്ക് ശേഷം തുറക്കപ്പെട്ട ഈ കേസ് ഒരു കുടുംബത്തിന്റെ നീതിക്കായുള്ള പോരാട്ടം മാത്രമല്ല, ഭീകരതയെ മറക്കരുതെന്ന ഇന്ത്യയുടെ ചരിത്ര പാഠം കൂടിയാണ്. ഈ ചരിത്രം കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഒപ്പം ഷെയർ ചെയ്യൂ. ഇത്തരം ചരിത്ര സത്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.